എന്നുള്ളത് സാന്ദർഭ്യം മാത്രം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കൊട്ടാരവും കോട്ടയും ക്ഷേത്രങ്ങളുമുള്ള ഈ നഗരം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര ഈ കളി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഈ കൈപ്പുറത്തും ഉണ്ട്, ഏത് നാട്ടിലും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ആ കളി അതിന്റെ നിരയൊക്കെ വെച്ച് കളിക്കുന്ന കണ്ടില്ലേ? ഇത് ഇവിടെയുള്ള പല ചേട്ടന്മാരും ഈ കളി കളിച്ചിട്ടുണ്ട്, ഞാൻ കളിച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന സുഭാഷും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഈ കളിയാണ്. ഇതിന്റെ പേര്, ഇതില് മഹാഭാരതത്തിൽ പാഷ എന്നൊരു പേരുണ്ട്. മഹാഭാരതത്തിൽ പാഷ എന്നറിയപ്പെടുന്ന ഈ ഗെയിം. ഓക്കെ, ഏതാണ് ആ ഗെയിം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹത്തെ കണ്ടോ? ഇദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ വ്യക്തി, ഇതൊരു ശാസ്ത്രജ്ഞൻ എന്ന് പറയും. ഞാനത് ശാസ്ത്രജ്ഞനല്ല, ഒരു പ്രശസ്ത വ്യക്തിയാണ്. എങ്ങനെ പറഞ്ഞാൽ അതിൽ ക്ലൂവിലേക്ക് പോകും. ഇദ്ദേഹത്തെ തിരിച്ചറിയണം. ഇദ്ദേഹം ഒരു പ്രത്യേക കാര്യം കണ്ടുപിടിച്ചു. ഇദ്ദേഹം ആരുമായിട്ട് ചേർന്നാണ്? ഇനി നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഗുട്ടൻബർഗുമായിട്ട് ചേർന്നാണ് ഇദ്ദേഹം അത് കണ്ടുപിടിച്ചത്. ഇനി ഗുട്ടൻബർഗുമായിട്ട് ചേർന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യം എന്താണെന്നുള്ളതാണ്. ഇനി ഞാൻ ഇതിന് വേറൊരു ക്ലൂ തരാം. ഒരു ക്ലൂ തരാം. സി രാധാകൃഷ്ണൻ എന്ന് പറയും. സി രാധാകൃഷ്ണന്റെ ഒരു നോവൽ ഇദ്ദേഹം കണ്ടുപിടിച്ച ഈ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. സ്പന്ദമാപിനികളെ നന്ദി എന്നാണ് ആ നോവലിന്റെ പേര്. അല്ല, മറ്റൊരു കുട്ടൻ. അങ്ങനെയായി ഇത് അറിയപ്പെടുന്നു. ഇത് രണ്ടുപേരുടെയും കൂടെ അസോസിയേറ്റ് ആണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേര് പ്ലസ് ഗുട്ടൻബർഗ് എന്ന്. ഈ ജോൺ വോൾ അങ്ങനെ പറയത്തില്ല, അവയെ പിന്നീട് വന്ന് മോഡിഫൈ ചെയ്യും. പക്ഷെ ഇത് നമ്മളെ എല്ലാമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ഏറ്റവും വലിയ, ഇനി ഇതിൽ വലിയ ഒരു അടാർ ക്ലൂ ഇല്ല. സ്പന്ദമാപിനികളെ നന്ദി, സി രാധാകൃഷ്ണൻ. ആ നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം ഇത് എന്തിന്റെയാണ്. സ്പന്ദമാപിനികളെ നന്ദി എന്ന നോവല് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അയ്യോ എന്ന് വെക്കരുത്. അതിന്റെ വേറൊരു ക്ലൂ ആ പടത്തിന്റെ പുറകിലുണ്ട്. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് എഴുതിയാൽ മതി. ഇപ്പൊ മനസ്സിലായി. അല്ലാതെ അദ്ദേഹത്തിന്റെ പേര് വേണ്ട. ഇദ്ദേഹത്തിന്റെ പേര് ചേർന്നാണ് ഇത് വന്നിരിക്കുന്നത്. പേര് വേണ്ട. നിങ്ങൾ എന്താണ് അദ്ദേഹം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി സമയം വേണ്ടല്ലോ. സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾക്ക് പരാതി നൽകാനുള്ള ഒരു വെബ് പോർട്ടലാണ്, ഓൺലൈൻ പോർട്ടലാണിത്. തൊഴിലിടങ്ങളിൽ, അതായത് നമ്മുടെ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ നേരിട്ട് പരാതിപ്പെടാനുള്ള ഒരു പോർട്ടലാണ്. കേന്ദ്ര മന്ത്രാലയത്തിന്റെ പോർട്ടലാണ്. ഈ പോർട്ടലിന്റെ പേരെന്താണ് എന്നാണ്. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാർലി ചാപ്ലിന്റെ സിറ്റി ലൈറ്റ്സ് എന്ന സിനിമയുടെ മലയാള രൂപാന്തരമാണ് ഈ ചിത്രം. മോഹൻലാലിന്റെ 100ാമത്തെ ചിത്രം കൂടിയായിരുന്നു ഇത്. അറിയാമോ? സിറ്റി ലൈറ്റ്സ്. വേണമെങ്കിൽ ഒരു ക്ലൂ ആയിട്ട് ആ പാട്ട് കേൾപ്പിച്ചു തരാം. അതിനകത്ത് ഇത് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ടോർപിഡോ സംവിധാനമായ മാരിജ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിച്ചത് ഏത് സ്ഥാപനമാണ്? മാരിജ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിച്ചത് കേരളത്തിലെ ഒരു സ്ഥാപനമാണ്. എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ചത്. കേരളത്തിലെ ഒരു സ്ഥാപനമാണ്. ഇത്രയും, ഇതിൽ കൂടുതൽ ക്ലൂ തരാം. അവരെ എഴുതിപ്പോയി, ഞാൻ ഓർത്തില്ല, സോറി. എക്സൈറ്റ് ആയിട്ട് അത് ഉണ്ടാക്കി എവിടാന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അത് ഞാൻ കുഴപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞിട്ട് ഇവര് പെട്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ആലപ്പുഴയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. 1999 സൗത്ത് ഡൽഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ഒളിമ്പിക് ഭരണരംഗത്തും ശ്രദ്ധേയനായ വി കെ മൽഹോത്രയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏത് പ്രമുഖനെയാണ് വി കെ മൽഹോത്ര ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്? വി കെ മൽഹോത്ര 1999 സൗത്ത് ഡൽഹിയിൽ നിന്നും പരാജയപ്പെടുത്തി ലോക്സഭാ അംഗമായത്. ഏത് പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്? 1999 വി കെ മൽഹോത്ര പരാജയപ്പെടുത്തിയത്. വെറുതെ ഒരു ചോദ്യമല്ല, ഒരു വർത്തമാനകാല പ്രസക്തിയുണ്ട്. ഇല്ലെങ്കിൽ ആ ചോദ്യം ഇടില്ല. എന്നെങ്കിലും 99
ഇത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എല്ലാവരും സന്തോഷത്തോടെ ആ റൗണ്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സ്ഥാപനത്തിന്റെയാണ്? ഓക്കെ, എല്ലാവരും ഒന്ന് ആൻസേഴ്സ് കൈമാറുക. മറ്റവരുടെ ആൻസർ ഷീറ്റുകളിൽ നിങ്ങൾ കളക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നോക്കാം. എല്ലാവരുടെ ആൻസർ ഷീറ്റിൽ കൊടുത്തേക്കും. ഒരവസരം കൂടെ നിങ്ങൾക്ക് നൽകിയതാണ്. ആരൊക്കെ കയറുമെന്നുള്ളത് ഇപ്പൊ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇദ്ദേഹം ആരായിരുന്നു? ഇവിടുത്തെ വലിയ വീട്ടിലെ പരമേശ്വരന്റെ മകനാണ്. അപ്പൊ ആരാണ്? പ്രശാന്ത് പരമേശ്വരൻ. അത് കായ്പ്രംകാരാണ് പറയേണ്ടത്. പ്രശാന്ത് പരമേശ്വരനായിരുന്നു. ഞാൻ പിന്നെ പരമേശ്വരന്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രശാന്ത് എന്നുകൂടെ എഴുതിയാൽ മതി, എല്ലാവർക്കും അറിയാം. പ്രശാന്ത് പരമേശ്വരനാണ് IPL ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച്, മലയാളിയായ മാൻ ഓഫ് ദി മാച്ച്. പലരും കളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീശാന്ത് ഉൾപ്പെടെ. രണ്ടാമത്തത്, ഇത് ഏത് ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത്? ഏതാ? ജോധ്പൂർ. നോക്കിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം, ഞാൻ ഈ പുറകിലിരിക്കുന്നവരുടെ സ്റ്റാച്യു ഓഫ് യൂണിയൻ എവിടെയാണ് അമേരിക്ക? പറയൂ, എവിടാ? അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് പറഞ്ഞു. യെസ്, നിങ്ങൾക്ക് പറയാം. എക്സാക്ട്ലി റൈറ്റ്, ടെക്സാസ്. ഓക്കെ, അടുത്ത്, ഇത് ഏത് കളിയാ? ചേട്ടന്മാരെ, ഇത് ഏത് കളിയാ? ഇവിടെ ഉള്ളവർ ഞങ്ങൾ നാട്ടിൽ പറയുന്നത് പഞ്ചീസ് കളി എന്ന, പച്ചീസി എന്നും പറയും. ഈ ഹിന്ദിയിൽ പറയുമ്പോൾ പച്ചീസി എന്നാണ്, നമ്മൾ പഞ്ചീസ് എന്നാ പറയാം. നമ്മുടെ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, പഞ്ചീസ് കളിയല്ലേ ഇത്. നമ്മുടെ നാട്ടിലെ ഞാനൊക്കെ കളിച്ചിട്ടുള്ള പഞ്ചീസ് കളി. ഇപ്പൊ പിന്നെ നമ്മൾ അന്ന് പണിയില്ലാത്തവരായിരുന്നു, തൊഴിൽ രഹിതരായിരുന്നു. ഇപ്പൊ പിള്ളേർക്കെല്ലാം തൊഴിലായത് കാരണം ഇവന്മാരൊന്നും നാട്ടിലില്ല അല്ലേ. മറ്റത് ഒരു പ്രത്യേക ഇടം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത് വരയ്ക്കലൊക്കെ ഒരു പ്രധാന. അതാ, അത് പോട്ടെ, അത് നാട്ടുഭാഷ. പച്ചീസി എന്നാണ്, അല്ലെ പഞ്ചീസ് എന്ന് പറയും കേട്ടോ. പഞ്ചീസ് എന്ന് എഴുതിയാലും പച്ചീസി എന്ന് എഴുതിയാലും മാർക്ക് കൊടുക്കാം. അല്ല, അതല്ല, അതാണ്, അത് എഴുതുമെന്നറിയായിരുന്നു. പക്ഷെ ടെക്സാസ് ഹൂസ്റ്റൺ എക്സാക്ട്. അപ്പൊ ഹൂസ്റ്റൺ എന്ന് എഴുതിയാലും മാർക്ക് കൊടുത്തോളൂ കേട്ടോ. ഹൂസ്റ്റൺ ടെക്സാസിലെ ഹൂസ്റ്റൺ. അവരൊന്നുകൂടെ വെരിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, ഇദ്ദേഹം ആരാ? സ്പന്ദമാപിനികളെ നന്ദി. അല്ല, എന്തിനാ? നമ്മുടെ ഭൂമിയുടെ സ്പന്ദനം അളക്കുന്നതാണത്. അദ്ദേഹം എവിടെയാ? അല്ല, ഈ സി രാധാകൃഷ്ണൻ എന്തായിരുന്നു ജോലി എന്നറിയാം? സീസ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ആയിരുന്നു പ്രശസ്തനായ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ. സീസ്മോളജിക്കൽ. അപ്പൊ എന്തായിരിക്കും? റിച്ചർ സ്കെയിൽ. റിച്ചറാണ്. അതാണ് ഗ്ലെൻ. ഇത് റിച്ചറും ഗ്ലെൻ ഗുട്ടൻബർഗും കൂടെ ചേർന്ന് അങ്ങനെയും പറയാറുണ്ട്. റിച്ചർ സ്കെയിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് സ്പന്ദമാപിനികളെ നന്ദി എന്ന് പറഞ്ഞത്. ആ നോവലിൽ മുഴുവൻ ഈ റിച്ചർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തുന്നതാണ്. ഭയങ്കര, അതായത് ഇത്രയും പേജുകൾ ഉണ്ടെങ്കിലും ഒറ്റിരിപ്പിന് വായിച്ചു പോവും. അത് സി രാധാകൃഷ്ണന്റെ എല്ലാ നോവലുകളും അങ്ങനെയാണ്. അതിപ്പം ഏത് നോവൽ നമ്മൾ എടുത്താലും ഒറ്റിരിപ്പിന് വായിച്ചു പോവും. അതിലെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചതാണ് ഈ സ്പന്ദമാപിനികളെ നന്ദി. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലൂ പെട്ടെന്ന് ഓർത്തത്. അത് വായിക്കാത്തവർ വായിക്കണം, വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എപ്പോഴും, പ്രത്യേകിച്ച് അദ്ദേഹം സീസ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ആയിരുന്നു, അല്ലാതെ വെറും ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേതാ? സ്ത്രീകൾക്ക് നേരെയുള്ളതാ. ഇപ്പൊ ഷീ ബോക്സ് SHEBOX ബോക്സ് വേണം. ഷീ ബോക്സ് എന്ന് തന്നെ പോർട്ടലിന്റെ പേരല്ലേ. പോർട്ടലിന്റെ പേര് നിങ്ങൾ വലിയ വലിയ ആളുകളാകുമ്പോൾ ഷീ ബോക്സ് എന്ന് തന്നെ വേണം, അല്ലെങ്കിൽ തെറ്റാ. ഷീ എന്ന് എഴുതിയിട്ട് കാര്യമില്ല, അത് അവളുടേതാ. ഷീ ബോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേതാ? ഇത് ആലപ്പുഴക്കാരൻ സംവിധാനം ചെയ്ത് ആലപ്പുഴക്കാരൻ നിർമ്മിച്ച് ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ചിത്രീകരിച്ച ചിത്രമാണ്. ഇത് മോഹൻലാലിന്റെ 100ാമത് ചിത്രമാണ്. ചിത്രം ഏതാ? നിന്നിഷ്ടം എന്നിഷ്ടം. എന്നിഷ്ടം അല്ല, നിന്നിഷ്ടം എന്നിഷ്ടം. ആലപ്പി അഷ്റഫാണ് സംവിധാനം. പറമ്പി പിക്ചേഴ്സ് എന്ന് പറയും. ആലപ്പുഴയിലെ പ്രമുഖ വൈൻ നിർമ്മാതാക്കളായിരുന്ന പറമ്പി ജുവലേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പറമ്പി പിക്ചേഴ്സിന്റെ സിനിമയായിരുന്നു നിന്നിഷ്ടം എന്നിഷ്ടം. അത് ആലപ്പുഴക്കാരുടെ സിനിമയാണ്, അതായിരുന്നു അതിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേതാ? കെൽട്രോൺ. അരൂർ കെൽട്രോൺ ആണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. കേരളത്തിലെ സ്ഥാപനമാണ്, ആലപ്പുഴയുമായിട്ടുണ്ട്. അരൂർ കെൽട്രോൺ ആണ് ബോംബുകളെ നിർവീര്യമാക്കുന്ന ഈ മാരീജ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി നിർമ്മിച്ചത്. അരൂർ കെൽട്രോൺ ആണ്. അത് ഞാൻ ആദ്യം കേരളം എന്ന് പറയുമ്പോൾ നിങ്ങൾ കെൽട്രോൺ എഴുതും. അപ്പൊ നിങ്ങളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ആലപ്പുഴ. ആലപ്പുഴയിൽ അരൂരിലെ കെൽട്രോൺ യൂണിറ്റ് ഉള്ളത് അറിയാവോ?
പടിഞ്ഞാറ് സൈഡിലുണ്ട്, അരൂർ പള്ളിയുടെ ഇപ്പുറത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാ വി കെ മൽഹോത്രയെ പരാജയപ്പെടുത്തിയത്? ആരെ? ഡോക്ടർ മൻമോഹൻ സിംഗിനെ. ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് വി കെ മൽഹോത്ര. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷമല്ലേ മരിച്ചത്, മൻമോഹൻ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൃദുഭാവേ ദൃഢകൃതി, എല്ലാവർക്കും അറിയാം. ആരുടെ? കേരള പോലീസ്. ഓക്കെ, മാർക്കിട്ട് വിട്ടോളൂ. അവരവർ നോക്കിയവർ തന്നെ അതിന്റെ മാർക്കിട്ടോളൂ. ടോട്ടൽ ചെയ്ത് മാർക്ക് ചെയ്തു രേഖപ്പെടുത്തിക്കോളൂ. അതിനകത്തൊന്ന് എഴുതിക്കോ. ടീം 1 50, ടീം 2 50, ടീം 2 50, ടീം 3 70 70 ഇടേ, ടീം 70, ടീം 4 70, ടീം 5 40, ടീം 6 60, ടീം 6 60, ടീം 7 30. അപ്പൊ ഏറ്റവും ഉയർന്ന മാർക്ക് വന്നിരിക്കുന്നത് 70 70 70 കൂടുതൽ ഈ ഓഡിയൻസിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ കൂടുതൽ മത്സരിച്ചവര് പേപ്പർ വാല്യൂ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ആ പേപ്പർ മാത്രം എടുത്താൽ മതി. കിട്ടുമോ? ഇല്ല. അപ്പൊ സാരമില്ല, നിങ്ങൾക്കൊരു മത്സര അനുഭവം കൂടെ. നിങ്ങളും ഫൈനലിൽ പങ്കെടുത്തു. ഫൈനൽ നിങ്ങൾ ഉൾപ്പെടെയാണ് പങ്കെടുത്തത്. ഈ 70 മേലെ കയറാമായിരുന്നു ഇല്ലേ? അപ്പൊ അല്ല, ഒന്ന് എഴുന്നേറ്റ്. വെരി ഗുഡ്. കാരണം നിങ്ങള് അവര് ആ പ്രശാന്ത് പരമേശ്വരൻ ജോധ്പൂർ, പിന്നെ എന്നിഷ്ടം കെൽട്രോൺ, അരൂർ എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതിയത്. മൻമോഹൻ സിംഗ് കേരള പോലീസ് ഇത്രയും ശരിയാക്കി. അവർക്ക് തെറ്റിപ്പോയത് ന്യൂയോർക്ക് ECG പോസ്റ്റ് എന്ന് പറഞ്ഞെഴുതി. ബ്രില്യന്റ്. ഇതാണ് അതായത് നിങ്ങളെ ഈ പലപ്പോഴും അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രത്യേകമായ മാർക്കിൽ നിന്നായിരിക്കും നമ്മളെ അറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങളെ ഓർമ്മിക്കുന്നത് ഈ മത്സരത്തിൽ വിജയികളാകുന്നതിനേക്കാൾ വിജയിയായിരിക്കുന്നത് നിങ്ങളാണ്. കാരണം അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വിജയിയായിരിക്കുന്നത്. കാരണം നിങ്ങളൊരു ഫൈറ്റിങ്ങിലേക്ക് വന്നു. 2ാം സ്ഥാനത്തുള്ള പോയിന്റിലെത്തി. ഇവിടുത്തെ 70 വന്നില്ലായിരുന്നു എങ്കിൽ 60 ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന എന്ന് പറഞ്ഞു. 50 ടീം 2, 50 ടീം 3, 70 ടീം 4, 70 ടീം 5, 40 ടീം 6, 60, 6 60 അല്ലേ, 7 40 30, 7 30. ഓക്കെ, എല്ലാം കറക്റ്റ്. നമ്മള് നെക്സ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ബൗൺസ് റൂൾ അറിയാമോ? ബൗൺസ് ആൻഡ് ബൗൺസ് എന്ന് പറയുന്നത് ടീം 1 നിന്നാണ് നമ്മൾ ഈ മത്സരം ആരംഭിക്കുന്നത്. 10 ചോദ്യങ്ങളാണ് ഉള്ളത്. അത് 10 ചോദ്യം ഇട്ടത് ഇത് ആരെങ്കിലും ഇതുപോലെ ഇപ്പൊ അവര് കയറി വരത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു നിശ്ചിത ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് കയറി വരുന്നത്. എത്രയും പേരെ നോക്കിയാണ്. കണ്ടോ, ഇത് കണ്ടോ, പ്രിലിംസ് പോയാലും ചിലപ്പോൾ കയറി വരും. നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ കയറി വരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കാരണം പ്രിലിംസിന്റെ വേറൊരു ജോണർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമ പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മുടെ കൃഷിയിലേക്ക് വരികയാണ്. അപ്പൊ ഇതില് ടീം 1 ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ അവരെ ബൗൺസ് ചെയ്യുക, ആൻസർ എഴുതുക. ഈ പുറകിൽ നിൽക്കുന്ന നമ്മുടെ വോളണ്ടിയേഴ്സ് അത് അവരെ കാണിക്കുക ആൻസർ. പിന്നെ ഒരാൾ ഇപ്പുറത്തേക്ക് അവിടെ ആളുണ്ടോ? ഇവിടെ ഇപ്പുറത്തേക്ക്. ഓക്കെ, അപ്പൊ ടീം 1 ചോദിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന് നെഗറ്റീവ് മാർക്കില്ല. ബാക്കി ബൗൺസ് ചെയ്യുന്നവർ തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് മാർക്കാണ്. ആർക്കും ബൗൺസ് ചെയ്യാം. ബൗൺസ് ചെയ്യാത്തവർക്ക് പാസ് ചെയ്യും. പാസ് ചെയ്ത് കിട്ടുന്നത് ശരി ഉത്തരവാണെങ്കിൽ അതിനും +10 തന്നെ. പക്ഷേ ആര് ശരി ഉത്തരം പറയുന്നു അവരുടെ അടുത്ത ടീമിനായിരിക്കും അടുത്ത ചാൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ടീം 3 വരുമ്പോഴേക്കും അവര് ബൗൺസ് ചെയ്തില്ല, അവർ ആൻസർ പറഞ്ഞു. ടീം 4 ചാൻസ്. ഓക്കെ, അതാണ് നിങ്ങൾ ആ ട്രാപ്പിൽ വീണു. നിങ്ങൾ ആ ട്രാപ്പിൽ വീണ്. അത് പ്രൊഫഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 അംഗങ്ങളാണെങ്കിൽ ഒപ്പുവെച്ചത് 284 അംഗങ്ങളാണ്. 1950 ജനുവരി 24 ഇത് ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ ആദ്യമായി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നെങ്കിൽ അവസാനമായി ഒപ്പുവെച്ചത് ആര്? ടീം 1 ഡയറക്ട് ക്വസ്റ്റ്യൻ. ബൗൺസിംഗ് ഉള്ളവർക്ക് കൈവെക്കാം. ബൗൺസ് ചെയ്തവരുടെ ആൻസറുകൾ പോയി നോക്കിക്കോളൂ. ഒന്ന് നോക്കണേ അവരുടെ ആൻസർ. ഈ ബൗൺസ് ചെയ്തവരുടെ ആൻസറുകൾ നോക്കിക്കോ. ആൻസർ കണ്ടുവെച്ചു. അത് അപ്പുറത്തേയും കൂടെ നോക്കി ഇവരുടെ ആൻസർ നോക്കൂ. ഒരാൾ കൂടെ ഒന്ന് നിൽക്കാൻ. ആരെങ്കിലും ഒരാൾ 2 പേരെ ഒന്ന് നിൽക്കാവോ? സുഭാഷ് ഒന്ന് നോക്കൂ. സുഭാഷ് അവിടെ നിങ്ങൾ ഇപ്പുറത്ത് സുഭാഷ്
തരില്ല. ഇത് ബൗൺസിംഗ് ക്ലോസ് ചെയ്താൽ ഇത് തരുന്നില്ല. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടീം 1 ആൻസർ പറഞ്ഞോളൂ. ഫിറോസ് ഗാന്ധി എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണോ? പുറകിലിരിക്കുന്നത് നോക്കാം. ഫിറോസ് ഗാന്ധിയാണ് ഉത്തരം ശരി. ടീം 1 10 പോയിന്റ്സ്, ടീം 2 10 പോയിന്റ്സ്, ടീം 3 10 പോയിന്റ്സ്. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ഒപ്പ് എന്ന് പറയുന്നത് ഓർഡറിലെ ലാസ്റ്റ് ആണ്. പക്ഷേ ഏറ്റവും അവസാനം രാജേന്ദ്ര പ്രസാദ് അല്ല, നിങ്ങൾ ഫിറോസ് ഗാന്ധി അറിയാം. ഇത് പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഏതായാലും 284 എന്നാണ് അത് നമ്മള്. ഏതായാലും ഇപ്പൊ സാറിപ്പോ ഇതിലേക്ക് ഇതിനോട് സഹകരിക്കും. ഓക്കെ, അല്ല അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിക്കണം. നെക്സ്റ്റ് അല്ല ക്ലാരിറ്റി വരുത്തിക്കണം. അപ്പൊ ഇവർക്ക് -10 കൊടുക്കുന്നില്ല. ഇപ്പൊ ആ ഒരു ക്ലാരിറ്റി അല്ലല്ല -10 കൊടുക്കുന്നില്ല. അത് ക്വിസ് മാസ്റ്ററുടെ അവരുടെ -10 കൊടുക്കുന്നില്ല. ആ ഒരു ക്വിസ് മാസ്റ്ററുടെ ഭാഗത്ത് ആ കറക്റ്റ് കാര്യം പറയായിരുന്നുണ്ട്. പക്ഷെ പോയിന്റ് ഇല്ല, -10 കൊടുക്കുന്നില്ല. അത് എന്റെ ഭാഗത്തൊരു പോരായ്മയുണ്ട്. ഓക്കെ, ശരിയാണ്. -10. ടീം 6 -10. ടീം 6 -10. ഓക്കെ, ഇനി ടീം 2നോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു നഗരമാണ്. എന്താ പറയാ, ഒരുപാട് പൈതൃകങ്ങൾ പേറുന്ന ഒരു നഗരമാണ് ഈ നഗരം. അതിന്റെ മേൽക്കാഴ്ചയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ശില്പി, ഈ നഗരത്തിന്റെ ശില്പിയുടെ ഖബറിടം എങ്ങനെയാണ് എന്നുള്ളതും കാണാം. അത് ഈ രൂപത്തിൽ തന്നെയാണ്. അടുത്ത സ്ലൈഡിൽ അതാണ്. ഇൽഡെഫോൺസ് സെർഡ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ സിറ്റി രൂപകൽപ്പന ചെയ്ത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ഖബറിടമാണ് ആ കാണുന്നത്. ഏതാണ് ആ സിറ്റി? സിറ്റിയുടെ പേര് മതി. ഇനി ചോദ്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ, സിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഒരു സംശയമില്ല. ആരൊക്കെയാ ബൗൺസ് ചെയ്തിരിക്കുന്നത്? ടീം 1. ടീം നോക്കിക്കോളൂ, ഈ ടീം 1ന്റെ ആൻസർ നോക്കിക്കോളൂ. അവിടെ ഒന്ന് സുഭാഷ് ഒന്ന് നോക്കൂ, ഇതും കൂടെ നോക്കൂ. ടീം 1ന്റെ ബൗൺസ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ബൗൺസ് ചെയ്യുന്നു? ഇവര് ബൗൺസ് ചെയ്തോ? നിങ്ങൾ ബൗൺസ് ചെയ്തു. ഓക്കെ, അപ്പോ ബൗൺസ് ചെയ്യാത്തതുകൊണ്ട് പാസ് ചെയ്യാം. നിങ്ങളുടെ സിറ്റി പറയണം, പെട്ടെന്ന് പറയണം. അല്ലെ, മാഡ്രിഡ് തെറ്റാണ്. ഇനി ആരാ? നിങ്ങൾ ബൗൺസ് ചെയ്തോ? നിങ്ങൾ ബൗൺസ് ചെയ്തില്ലല്ലോ. ഏത് പറഞ്ഞു? സിറ്റിയുടെ പേര് ഒരു സിറ്റി പറ. അവര് മാഡ്രിഡ് പറഞ്ഞു, അതിനടുത്തേക്ക് എത്തി. നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഒരു സിറ്റി ആ ഭാഗത്തുണ്ട്. ഇവിടെ ഓഡിയൻസ് സെർച്ച് ചെയ്ത് കിട്ടിയ വെരി ഗുഡ്. സെർച്ച് ചെയ്ത് കിട്ടിയ ഏറ്റവും വേഗത്തിൽ സെർച്ച് ചെയ്ത് ബാഴ്സലോണ. ഓക്കെ, ബാഴ്സലോണ FC ബാഴ്സലോണയാണ്. അപ്പോ ടീം 1 10 പോയിന്റ്സ്, ടീം 2 പറഞ്ഞില്ലല്ലോ, ടീം 3 10 പോയിന്റ്സ്, ടീം 4 10 പോയിന്റ്സ്. ഇല്ല, ഇവർക്ക് ആർക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ടൈറ്റാൻ 1985 സ്ഥാപിതമായത്. അവര് സ്ഥാപിതമായിട്ട് 40 വർഷമായി. ആ 40ാമത്തെ ബ്രാൻഡായിട്ട് അവരൊരു വാച്ച് ഇറക്കി. ആ വാച്ചിന്റെ പേര് സ്റ്റെല്ലർ എന്നാണ്, ടൈറ്റാൻ സ്റ്റെല്ലർ. ഇത് പുറത്തിറക്കിയത് അല്ലെങ്കിൽ ഇതിന്റെ ലോഞ്ചിങ് നടത്തിയത് ഒരു പ്രത്യേക കാര്യം പൂർത്തിയാക്കിയതിന്റെ 40ാം വർഷത്തിൽ ആ പ്രത്യേക കാര്യം ചെയ്ത വ്യക്തിയാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തതിന്റെ 40ാം വർഷത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ വർഷങ്ങളിൽ വരുമ്പോൾ, ഈ 2025 വരുമ്പോൾ ഇതൊക്കെ എന്തൊക്കെ പ്രാധാന്യങ്ങൾ നടന്നു എന്ന് നമ്മൾ നോക്കിയാൽ അത് രണ്ടും കണക്ട് ചെയ്യാം. അദ്ദേഹമാണ് ആ മുട്ടത്തലേനില്ലേ, അദ്ദേഹം ആരാണ് എന്നാണ് എഴുതേണ്ടത്. ആ വ്യക്തിയെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അത് ഡയറക്ട് ക്വസ്റ്റ്യൻ ആരോടായിരുന്നു? ഇവരോട് തന്നെ. നിങ്ങൾക്ക് അപ്പൊ ടീം 1 ടീം 2 നോക്കൂ, ആൻസർ നോക്കൂ, അവിടെ നോക്കൂ. ബൗൺസ് ചെയ്ത് ബൗൺസിംഗിന്റെ ഓക്കെ. അപ്പൊ നിങ്ങൾ ബൗൺസ് ചെയ്തോ? ബൗൺസ് ചെയ്ത് അപ്പൊ ഡയറക്റ്റ് ആൻസർ രാകേഷ് ശർമ്മ എന്ത് ചെയ്ത്? ഇങ്ങോട്ട് റോക്കറ്റ് ഇട്ടോ?
അർച്ചനുണ്ട്. എന്താണ് അത്? ഏത് വർഷമായിരുന്നു? അതല്ലേ രാകേഷ് ശർമ്മ പോയതിന്റെ 40-ാം വർഷം കൂടിയാണ് ബഹിരാജ്. ആ നിൽക്കുന്നത് മറ്റാരുമല്ല, രാകേഷ് ശർമ്മ തന്നെയാണ്. ശരിയായ ഉത്തരവാണ്. ടീം 2-ന് 10 പോയിന്റ്സ്. രാകേഷ് ശർമ്മയാണത്. ഇപ്പോഴത്തെ രൂപമാണ് അദ്ദേഹത്തിന്റെ. ടീം 1 10 പോയിന്റ്സ്, ടീം 3 10 പോയിന്റ്സ്, ടീം 4 10 പോയിന്റ്സ്, ടീം 6 10 പോയിന്റ്സ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 10 പോയിന്റ്സ്. ടീം 6 10 പോയിന്റ്സ്. നിങ്ങൾ എഴുതി വെക്കണേ നിങ്ങളുടെ പോയിന്റ്. മറ്റുള്ളവരുടെ പോയിന്റ് കൂടി എഴുതണം. അപ്പോഴേ ഏതെങ്കിലും കള്ളത്തരം നടന്നാൽ അത് പിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് IPL മത്സരത്തിലെ ബാറ്റിംഗ് ഓർഡറിൽ 1 മുതൽ 11 വരെയുള്ള സ്ഥാനങ്ങളിലും കളിച്ച ഒരേ ഒരു കളിക്കാരനെയുണ്ട്. 1-ാം പൊസിഷൻ മുതൽ, അതായത് ഓപ്പണർ മുതൽ വാലറ്റം വരെ എല്ലാ പൊസിഷനിലും കളിച്ച ഒരേ ഒരു കളിക്കാരനെയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ്. IPL-ലെ ബാറ്റിംഗ് ഓർഡറിൽ 1-ാം പൊസിഷൻ, അതായത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ മുതൽ ഏറ്റവും വാലറ്റം വരെ എല്ലാ പൊസിഷനിലും കളിച്ച ഏക അല്ല, അത് ആ ഉത്തരം തെറ്റാണ്. നിങ്ങൾ അതിനെ കയറി പിടിക്കേണ്ട. നിങ്ങൾ ഇങ്ങനെ ആൻസർ പറയരുത്. നമ്മളൊരു മത്സരം നടക്കുകയല്ലേ, മോശമല്ലേ? അതൊരു അതിന്റെ ഒരു ഓക്കെ. ആരും ബൗൺസ് ചെയ്യുന്നില്ല. ഒരാളും ബൗൺസ് ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും ബൗൺസ് ചെയ്യാതുണ്ട്. ആർക്കാ ഡയറക്ട് ക്വസ്റ്റ്യൻ? നിങ്ങൾ പറഞ്ഞോളൂ. ഹർഭജൻ സിംഗ് തെറ്റ്, R Ashwin തെറ്റ്, സുരേഷ് റെയ്ന നോ. ആർക്കെങ്കിലും പറയാം? നിങ്ങൾ പൊള്ളാട് അല്ല. ഓക്കെ, ആർക്കും അറിയില്ല. എന്നിട്ടും നിങ്ങൾക്ക് പറഞ്ഞു. യെസ് യെസ്. ആരാണ്? സുനിൽ നരൈൻ. അദ്ദേഹമാണ് എല്ലാ പൊസിഷനിലും കളിച്ചത്. 1 മുതൽ 11 വരെയുള്ള പൊസിഷനിൽ കളിച്ച ഏക പ്ലെയറാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാം, കൊൽക്കത്തയ്ക്ക് വേണ്ടി കയറി അന്ന് മുതൽ ഈ നമ്മൾ പറയുമല്ലോ, വിറ എടുക്കാൻ പറഞ്ഞാൽ വിറ എടുക്കും. എല്ലാ പണിയും ചെയ്യും. എല്ലാ പൊസിഷനിലും ബാറ്റ് ചെയ്ത വ്യക്തിയാണ്. ഓക്കെ ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർക്കും പോയിന്റ് ഇല്ല. ദ ഡെഡ് നോ നത്തിങ് കിഷോർ റാം എഴുതിയൊരു നോവലാണ്. ഇതൊരു എന്താ പറയുക, തങ്കച്ചൻ എന്നൊരു വ്യക്തി സെമിനാരിയിൽ പഠിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാക്കിയ ഒരു നോവലാണ് ഇത്. കേരളത്തിലെ ഒരു ജില്ലയിൽ നടക്കുന്നതാണ്. ഏത് ജില്ലയിലുമായി ബന്ധപ്പെട്ടതാണ് ആ നോവൽ എന്നുള്ളതാണ്. ഇതിന്റെ കഥാ കേന്ദ്രം ആ ജില്ലയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ജില്ലയാണ്. ആ ജില്ലയുമായി ബന്ധപ്പെട്ട വേറൊരു കഥയും ഇപ്പൊ ഈ അടുത്ത കാലത്ത് സിനിമയായി വന്നതാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് സിനിമയായി ആ പ്രദേശവുമായി ബന്ധപ്പെട്ടൊരു കാര്യവും സിനിമയായിട്ട് വന്നു, വളരെ ഹിറ്റായതാണ്. ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഡയറക്ട് ക്വസ്റ്റ്യൻ ആർക്കാ? നിങ്ങൾക്ക് ഡയറക്റ്റ്. അപ്പൊ ബൗൺസ് ചെയ്തിരിക്കുന്ന ടീം 1 ബൗൺസ് ചെയ്ത്, ടീം 2 4 ബൗൺസ് ചെയ്തു, 5 ബൗൺസ് ചെയ്തു, 6 ബൗൺസ് ചെയ്തു, 7 ബൗൺസ് ചെയ്തു. ഓക്കെ, അവരുടെ ആൻസർ നോക്കും. ഇവരുടെ ആൻസർ നോക്കും. എഴുതിക്കോ, അപ്പൊ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ബൗൺസിങ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഡയറക്റ്റ് ആൻസർ പറഞ്ഞു. കൊല്ലവുമായിട്ട് ബന്ധപ്പെട്ട ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ ഏതാണ്? പൊന്മാൻ. GR ഇന്ദുഭവന്റെ അല്ലേ? ഏതോ 5 ചെറുപ്പക്കാർ 4 ചെറുപ്പക്കാർ എന്ന കഥയെ, നോവലിനെ ആധാരമാക്കി ഇറങ്ങിയ സിനിമയാണ് പൊന്മാൻ. അപ്പോ ടീം 1ന്റെ ശരിയാണ്. ടീം 1 10 പോയിന്റ്സ്, ടീം 3 10 പോയിന്റ്സ്, ടീം 4 10 പോയിന്റ്സ്, ടീം 5 10 പോയിന്റ്സ് ഇല്ല. വെൽ ഡൺ. ടീം 7 10 പോയിന്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതേ ഇപ്പോഴും എന്താ മിനാംസ് എന്ന് പറയുന്നത് അവിടെയാണ് പഠിപ്പിക്കുന്നത് ഇദ്ദേഹം. കിഷോർ റാം കൊല്ലത്ത് തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്രപതി ഭവന്റെ ദർബാർ ഹാളും അശോക ഹാളും പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മുടെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം പലതിന്റെയും നാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇത് പുനർനാമം ചെയ്തു. ഇത് രണ്ടിന്റെയും പേര് ശരിയാക്കണം. ബൗൺസ് ചെയ്യുന്നവരുടെ കാര്യത്തിൽ, ഡയറക്റ്റ് പറയുന്ന കാര്യത്തിലും രണ്ടും ശരിയാക്കണം. ദർബാർ ഹാളിന്റെ പേര് പുതിയത് എന്താണ്? അശോക ഹാളിന്റെ പേര് എന്താണ്? ഈ 2 പേര് നിങ്ങൾ ക്രമമായിട്ട് അങ്ങ് എഴുതിയാൽ മതി. നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കല്ലേ? നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ബൗൺസ് ചെയ്യും.
ഡയറക്റ്റ് രാകേഷ്. അതല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, സംശയം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അല്ലെ നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റിയാൽ മാർക്ക് പോകും. രണ്ടും ശരിയാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. രണ്ടും ശരിയാവും. ഒന്നിന് വലിയതായിട്ടൊന്നും എഴുതാനില്ല, അതുകൊണ്ടാണ്. ആൻസർ കൈ വെച്ചു, ഞാൻ പറയുന്നത് അത് മേടിച്ചു, ആൻസർ മേടിച്ചു വെച്ചു. എന്നിട്ട് ആൻസർ ശരിയാണോ എന്നൊക്കെയാണ്. ഓക്കെ, യെസ്. ആൻസർ ഇനി പറയാത്ത ആരുണ്ട്? നിങ്ങൾ ഡയറക്റ്റ് ആൻസർ പറഞ്ഞു. ഗണതന്ത്ര മണ്ഡപം എന്തിന്റെ പേരാ? എന്തിന്റെ പേരാ? അപ്പൊ രണ്ടാമത്തെ പേരെന്തോ? അതറിയാവുന്ന ഇവര് 4 പേരാണ്. ഒന്ന് ഡേവിഡ് ഫോസ്റ്റർ ആണ്, മറ്റേത് തോമസ് ഹേൺസ് ആണ്, മറ്റേത് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയാണ്, മറ്റേത് ബ്രെഡ് ഹാർട്ട് ആണ്. ഇവര് 4 പേരെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇവരെ 4 പേര്? കണക്ട് ദീസ് 4 പീപ്പിൾസ്. അതിൽ ആദ്യത്തെ ആള് എന്താ പറയാ, സ്കൈലാർക്ക് പോപ്പ് ഗായകനൊക്കെ, അയാൾ മ്യൂസിക് കമ്പോസറും ഒക്കെയാണ്. സ്കൈലാർക്ക് എന്ന് പറയുന്ന പോപ്പ് മ്യൂസിക് ബ്രാൻഡിൽ അംഗമായിരുന്നു. മറ്റു 2 പേരും എന്താ പറയാ, ബോക്സിംഗ് ചാമ്പ്യൻസ് ആണ്. അപ്പോ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബിഡ് ചെയ്ത് മാർക്ക് എഴുതി കൊടുത്തു. ബിഡ് ചെയ്ത് മാർക്ക് എഴുതിയാൽ ബിഡിങ് ഇപ്പൊ ക്ലോസ് ചെയ്യും. ബിഡ് ചെയ്ത് മാർക്ക് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് 4 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു വാക്ക് എഴുതിക്കൊള്ളൂ. ഇവരെ 4 പേരെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? ഓക്കെ, ബിഡിങ് ക്ലോസ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ഇല്ല, ഒരുപാട് സമയം കളയാൻ പറ്റും. പെട്ടെന്ന് ബിഡ് ചെയ്യണം, ലാഗ് ചെയ്യാൻ പറ്റത്തില്ല. ബിഡ് ചെയ്ത് കൊടുക്കണം. ബിഡ് ചെയ്ത് കൊടുത്തോളൂ, അവരുടെ പുറകെ കൊടുത്തേക്കും. അപ്പൊ നിങ്ങൾ ആ മാർക്ക്, അത് ഉത്തരം ശരിയാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ നെഗറ്റീവ് അതെന്നങ്ങ് പറയണം. ഓക്കെ, നിങ്ങൾ ബിഡിങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് ബിഡിങ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആൻസറിലേക്ക് നോക്കുക. നമ്മുടെ പുറകിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാമോ ഇതിന്റെ ആൻസർ? നിങ്ങൾക്ക് ആർക്കില്ല? ഹിറ്റ്മാൻ, ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നു. ഹിറ്റ്മാൻ ഇത് ഞാൻ പറഞ്ഞിരുന്നു ഉത്തരം. ഇവരെ എല്ലാരും അറിയപ്പെടുന്ന ഹിറ്റ്മാൻ എന്നാ ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നു. നിങ്ങൾ കേൾക്കണമായിരുന്നു. ഞാനതല്ലേ പറഞ്ഞ ഹിറ്റ്മാൻ നമ്മുടെ രോഹിത് ശർമ്മയെന്ന് ഞാൻ പറഞ്ഞതാ. ഇവരെ എല്ലാരും അറിയപ്പെടുന്ന ഹിറ്റ്മാൻ എന്ന്. ഈ ഇടി കണ്ടാ അറിയാമേ, ഹിറ്റ് ചെയ്യുക, അതല്ലേ അതിന്റെ പ്രധാന സംഭവം, ഹിറ്റ്മാൻ. അപ്പോ ടീം 1 എത്ര മാർക്ക്? ചെയ്തില്ല. ടീം 2 10 ചെയ്തില്ല. ടീം 3 20. ടീം 3 20. സോറി, ടീം 4 20. ടീം 3ക്ക് ഒന്നുമില്ല. ടീം 3ക്ക് 0. ടീം 4 20. ടീം 5 ഇല്ല. ടീം 6 5 പോയിന്റ്. ടീം 6 5 7 ഇല്ല. ഇത് സിമ്പിൾ ആയിരുന്നു. നിങ്ങൾ ആ 5 എഴുതിയപ്പോൾ 20 എഴുതിയാൽ പോരായിരുന്നു. ഇങ്ങനെയൊക്കെ ഇടിച്ചു കയറുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പോയിന്റ് ടീം 1 ഇല്ല. ടീം 2 10 പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിയോ പ്ലീസ്. Isn't it? Yes. Well, the man never came. Who represented the Bulla? ഇട്ടിരിക്കുന്ന വ്യക്തിയെ ആണ് BBC-യുടെ പ്രതിനിധി ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്നാണ് ചെയ്യേണ്ടത്. ആ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? വേറെ ക്ലൂ ഇല്ല, കാരണം ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ക്ലൂ കൊടുക്കാത്തത്. ഒന്നും പറയില്ല. ആ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, കൊടുത്തോളൂ. ബിഡ് ചെയ്തവർ കൊടുത്തോളൂ. ഇല്ല, അറിയാമെങ്കിൽ പെട്ടെന്ന് പറയാം. ബിഡ് ചെയ്ത് കൊടുത്തോ. ഇവിടെ ബിഡ് ചെയ്തു. ഓക്കെ, ബിഡിങ് പെട്ടെന്ന് അയക്കും. ബിഡ് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, വീഴുന്നില്ല. ഓക്കെ, ക്ലോസ് ചെയ്തു. എവിടെയോ കണ്ടിട്ടുണ്ട് ഇത്രയും ഒരു എറി, ഒന്നൊന്നര ഏറിയ ആൻസർ. BR അംബേദ്കർ ആയിരുന്നു അത്. നമ്മൾ ഇങ്ങനത്തെ ഈ കുട്ടപ്പനായ അംബേദ്കറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ രൂപമായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. ടീം 1 20 പോയിന്റ്സ്. ടീം 2 20 പോയിന്റ്സ്. ടീം 2 അല്ല, സോറി, ടീം 1നും ടീം 6നും മാത്രം 20 പോയിന്റ്സ്. ബാക്കി എല്ലാവർക്കും 0. ടീം 1നും നെഗറ്റീവ് ഇല്ല, ആരും എഴുതിയില്ല. ടീം 1നും ടീം 6നും മാത്രം 20 പോയിന്റ്സ്. കണ്ട, ഇതാണ് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്. 2 എണ്ണം മാത്രമേ ഉള്ളൂ. കരയാൽ ചുറ്റപ്പെട്ട് മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുകയാണെങ്കിൽ അതിനെ ഇരുവട്ടം കരയാൽ ചുറ്റപ്പെട്ട രാജ്യം. അതിന്റെ മലയാളമാണ് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അതായത് ഈ രാജ്യത്തുള്ളവർക്ക് സമുദ്രതീരത്തെത്തുവാൻ കുറഞ്ഞത് 2 രാജ്യങ്ങളെങ്കിലും മറികടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയുന്നത്. 2 രാജ്യങ്ങൾ കടന്നേ ഇവർക്ക് പോകാൻ പറ്റും. അത് ലോകത്ത് 2 രാജ്യങ്ങളേ ഉള്ളൂ. ആ 2 രാജ്യങ്ങളും എഴുതണം. എഴുതിയാൽ ഒരെണ്ണം ശരിയായാൽ മാർക്കില്ല. 2ഉം ശരിയാക്കിയാൽ മാത്രമേ ആ ബിഡിങ് കറക്റ്റ് ആകത്തുള്ളൂ.
നെഗറ്റീവ് തന്നെ, രണ്ടും വീണ്ടും. നമ്മളിതൊരു കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ മുറുകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം, രണ്ടും ശരിയാക്കണം. മൈനസ് പോകും, ഒന്ന് തെറ്റിയ മൈനസ് പോകും. ഓക്കെ, ബിഡ് ചെയ്ത് മേടിച്ചോ. അവിടെ ബിഡ് ചെയ്ത് മേടിച്ചോ. രണ്ട് രാജ്യങ്ങളുടെ വേറെ ആരും ബിഡ് ചെയ്തില്ല. ഓക്കെ, ആൻസർ ഒന്ന് എടുത്തോളൂ. ഉസ്ബെക്കിസ്ഥാനും. ഉത്തരം ശരിയുള്ളവരാണോ? യെസ്. ടീം 1 20 പോയിന്റ്സ്. ടീം 2 നെഗറ്റീവ് എത്ര? മോളെ എത്ര നെഗറ്റീവ്? അവർ ബിഡ് ചെയ്ത ഒരു മാർക്കിന് അല്ല, എത്ര മാർക്കിനെ ബിഡ് ചെയ്തു? 20. അപ്പൊ -20. ടീം 2 -20. അത് പറയണം, ഇവിടെ ശ്രദ്ധിക്കണ്ടേ? -20. ഓക്കെ, -20. ടീം 3 +20. ടീം 4 +20. ടീം 5 ഇല്ല, ടീം 6 ഇല്ല, ടീം 7 ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേട്ടോളൂ. സംസ്ഥാനത്തുള്ള ഒരു സംഗീത വിഭാഗമാണ് ഇത്. പരിസ്ഥിതി പ്രവർത്തകരും ആയിരുന്ന KJ ബേബിയുടെ ഭാഗ്യയുമായി ഈ സംഗീത മേഖലയിൽ പോയിരിക്കുന്ന ആദ്യത്തെ വ്യക്തി ശാന്തിപ്രിയയാണ്. ശാന്തിപ്രിയ അവതരിപ്പിച്ച ഈ ഗാനം ഏത് സംഗീത ശാഖയിൽപ്പെട്ടതാണ് എന്നതാണ്. ശാഖയല്ല, സംഗീത അതായത് അതൊരു നാടോടി സംഗീത വിഭാഗമാണ്. അതിനൊരു പേരുണ്ട്. ഈ പാടിയ പാട്ട് ആ സംഗീത വിഭാഗത്തിലുള്ളതാണ്. കേരളത്തിലെ അല്ല, കേരളത്തിന് വെളിയിലുള്ളതാണ്. അതിന് സംസ്കൃതത്തിൽ ഭ്രാന്ത് എന്നർത്ഥം വരുന്നതാണ്. സംസ്കൃതത്തിൽ ഭ്രാന്ത് എന്നർത്ഥം വരുന്ന ഒരു സംഗീത വിഭാഗമാണ്. അത്തരത്തിലുള്ള ഗായകരെ ആ പ്രത്യേക പേരിട്ട് ആ ഗായകരെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കൊടുത്തോളൂ. ഓക്കെ, ആരുമില്ല. ആൻസർ എന്താ? ബാവുൾ. ഇതാണ് ബാവുൾ. ഭ്രാന്ത് എന്നർത്ഥമുള്ള ബാദുൽ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ബാവുൽ എന്ന വാക്കുണ്ടായത്. ഇപ്പൊ ബാവുൾ അത് എവിടെയാ? ബംഗാളിലെ ഒരു സംഗീത, അതിന്റെ പേര് രാമകട്ടയുടെ അല്ലല്ല, അത് ഈ നമ്മുടെ നന്ദുണിയൊക്കെ പോലെ ആ ഒരു സമയം അത് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കും. അതിന് പേരൊന്നും. ഓക്കെ, ഇതാണ് ബാവുൾ ഗായികയാണ്. മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ആദ്യത്തെ ബാവുൾ ഗായിക. ഏത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ ശാന്തിപ്രിയയുടെ ബാവുൾ സംഗീതം. ടീം 1 20 പോയിന്റ്സ് അല്ലേ? ടീം 2 ഇല്ല, ടീം 3 ഇല്ല, ടീം 4 20 പോയിന്റ്സ്, ടീം 5 ഇല്ല. ടീം എല്ലാം ചെന്ന് തകർക്കുക അല്ലേ? ടീം 6ന് 5 പോയിന്റ്സ്, ടീം 7 ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും. ആ എയും ബിയും ആണ് എഴുതേണ്ടത്. കണ്ട, പച്ചയിൽ വെള്ളയാകുമ്പോഴത്തേക്കും അത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. മഞ്ഞയിൽ റെഡ് വരുമ്പോഴത്തേക്കും ടെമ്പററി രജിസ്ട്രേഷൻ ആണ്. പ്രൈവറ്റ് വെഹിക്കിൾ ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. പിന്നെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ് മറ്റേ യെല്ലോ ആൻഡ് ബ്ലാക്ക്. നമുക്ക് ഐഡിയ ആണെങ്കിലും അതിനൊരു വാക്കുണ്ട്. അതാണ് നമ്മൾ ആ വാക്ക് അതിന്റെ കൃത്യമായ അത്തരത്തിലുള്ള വാഹനങ്ങൾ. ഇപ്പൊ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ട് അല്ലേ, അതിന്റെ ഒരു പൊതുപേരുണ്ട്. പൊതുപേരാണ് ഇലക്ട്രിക് വെഹിക്കിൾ, അതൊരു പൊതുപേരാണ്. ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. ഏതാ? റെന്റേക്കാരൊക്കെ ഇല്ലേ? റെന്റേക്കാരൊക്കെ നിയമാനുസൃതമാണെങ്കിൽ ഇത് വേണം. നിയമാനുസൃതമാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റെന്റ് വെഹിക്കിള് നിയമാനുസൃതമാണെങ്കിൽ ബ്ലാക്കിൽ യെല്ലോ ആണെങ്കിൽ മാത്രമേ അത് റെന്റ് വെഹിക്കിൾ ആകത്തുള്ളൂ, അല്ലെങ്കിൽ പോലീസ് പൊക്കിക്കൊണ്ട് പോകും. പിന്നെ മറ്റത് മിലിറ്ററി വെഹിക്കിൾ. അതാ ഞാൻ പറയാം മിലിറ്ററി എന്ന് പറയും. ഇനി ഡിഫൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. ഇനി അതാണ് ഉദ്ദേശിച്ചത് എങ്കിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിഫൻസ് വെഹിക്കിൾ ആണ് അത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ ആർക്കും മാർക്കില്ല. അപ്പോ നെക്സ്റ്റ് അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം പറയുക, പൗണ്ട്സ് ഒള്ളിയാണ്, ബൗൺസിങ് ഇല്ല. അതായത് ഒരു ടൈ ബ്രേക്കർ റൗണ്ട് പോലെയാണ് അതിനെ വെച്ച്. അവസാന ചോദ്യത്തിലേക്ക് എല്ലാവരും മാർക്ക് മേടിക്കാനാണ്. സ്കൂൾ പാഠപുസ്തകത്തിൽ പോക്സോ നിയമവും ഭരണഘടനയുടെ ആമുഖവും ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്കൂൾ പാഠപുസ്തകത്തിൽ, നാളെ സ്കൂൾ തുറക്കുകയാണ്, സ്കൂൾ പാഠപുസ്തകത്തിൽ പോക്സോ നിയമവും ഭരണഘടനയുടെ ആമുഖവും ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാളെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ചോദ്യമാണിത്. അപ്പോ എല്ലാവരും എഴുതി, നമ്മുടെ ഓഡിയൻസും എല്ലാവരും പറയണം. എല്ലാവരും മേടിച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കെ, യെസ്, കൊടുത്തോളൂ. എല്ലാവരുടെയും കിട്ടിയോ? അവരെഴുതിയില്ല. അപ്പോ ബൗൺസ് ചെയ്യുന്ന ടീമുകൾ ടീം 1, ടീം 3, ടീം 4, ടീം 5, ടീം 6, ടീം 7. ആൻസർ എന്താ? ടീം 7. കേരളം. നല്ല കേരളം. കേരളം തന്നെയാണ് ഉത്തരം. ശരിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും പോയിന്റ് കിട്ടണമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ എഴുതിയില്ല. മൈനസ് ആണ്. ടീം 3 പ്ലസ് 10, ടീം 1 പ്ലസ് 10, ടീം 3 പ്ലസ് 10, ടീം 4 പ്ലസ് 10, ടീം 5 പ്ലസ് 10, ടീം 6 പ്ലസ് 10, ടീം 7 പ്ലസ് 10. ഓക്കെ, മത്സരങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഉടൻ തന്നെ സമ്മാനദാനം ഉണ്ടാവുമല്ലോ, കാരണം ഇവരെല്ലാവരും അകലെയുള്ളതാണ്. നമ്മുടെ ഇതിന്റെ ഭാരവാഹികളെ ഒന്ന് ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ചടങ്ങ് തീർക്കുക. അവരെ ഒത്തിരി ദൂരത്തുനിന്ന് വരുന്നവരാണ്. അപ്പോ 7 ടീമുകൾ ഫൈനൽ മത്സരത്തിൽ വന്നതിൽ ഏഴാമതെത്തിയത് 7ാമത്തെ ടീം തന്നെയാണ്. ടീം 7 70 പോയിന്റ്സ്. 6ാമത് എല്ലാവരും ഒരു കയ്യടി കൊടുത്തേ. ഈ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയതാണ് ഈ ഹോട്ട് സീറ്റിലേക്ക് എത്തുക എന്നുള്ളത്. ആ ഹോട്ട് സീറ്റിൽ എത്തിയവരിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 100 പോയിന്റോട് കൂടി ടീം 5 ആണ്. 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 145 പോയിന്റോട് കൂടി ടീം 2 ആണ്. പിന്നെ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 190 പോയിന്റോട് കൂടി ടീം 6 ആണ്. അവര് ഒരു 40 പോയിന്റോളം അവർ കളഞ്ഞു കുളിച്ചു. അതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കും. യെസ്. അടുത്തത് 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ടീം 3 ആണ്. 250 പോയിന്റ്, ജസ്റ്റ് മിസ്. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ടീം 4 ആണ്. 270 പോയിന്റ്. 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ടീം 1 300 പോയിന്റ്. അപ്പോ ഈ മത്സരത്തിലെ വിജയികള് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശരത് ആൻഡ് ഷിബു. അവർ രണ്ടുപേരുമാണ്. ഒന്ന് എഴുന്നേറ്റുള്ളൂ. ശരത് ആൻഡ് ഷിബു ആണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന അഖിൽ ഘോഷ് ആൻഡ് രാകേഷ് ടി പി. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പ്രിൻസ് ആൻഡ് അനന്തു. 4ാം സ്ഥാനത്ത് എത്തിയത് നമ്മുടെ പഞ്ചമി ആൻഡ് ജിതിൻ. പഞ്ചമി ആൻഡ് ജിതിൻ. അവര് ഈ വെള്ളവും മഴയൊക്കെ അതിജീവിച്ച് കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിയതാണ് അവര്. പിന്നെ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഷഫീഖ് ആൻഡ് നീതു. എവിടെ വീട്? ചേർത്തല. വെരി ഗുഡ്. പിന്നെ 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അമ്മയും മോളുമാണ്. അതിനൊരു പ്രത്യേക കയ്യടി കൊടുക്കണം. അമ്മയും മോളുമാണ്. അവർ രണ്ടുപേരും എല്ലാ മത്സരങ്ങളിലും പോകുന്നുണ്ട്. മോള് മിടുക്കിയാണ്. ഒരുപാട് സ്കൂൾ മത്സരങ്ങളിലെ വിന്നറാണ്. ഈ ഇത്രയും വലിയ അമ്മ ഒരു സഹായത്തിന് വന്നിരിക്കുന്നതേ ഉള്ളൂ. അമ്മയല്ല മത്സരാർത്ഥി, മോള് തന്നെയായിരുന്നു. മോൾക്കൊരു സപ്പോർട്ടാണ്. അതുകൊണ്ട് അമ്മയാണ് മത്സരാർത്ഥി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മോളാണ്. മോള് ഒറ്റയ്ക്ക് വിജയിക്കുന്നതാണ്. ഇത്രയും പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ഫൈനലിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് സ്കൂൾ തലത്തില് അത് ഒരുപാട് വിജയങ്ങൾ കൈവരിച്ച ഒരു കുട്ടിയാണ്. അപ്പോ ഇനിയും അതിന് ഈ ക്വിസിൽ ഒരുപാട് ഭാവിയുണ്ട്. അവരുടെ അച്ഛൻ എല്ലാ മത്സരങ്ങളിലും കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായും എല്ലായിടത്തും കൊണ്ടുപോവുക. മത്സരത്തിലെ വിജയത്തെക്കാൾ ഉപരി ഇത്തരം അറിവുകൾ ഇനി നമുക്ക് വേറെ ഒരിടത്ത് വരുമ്പോഴാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്. ഇപ്പോ ഡോക്ടർ BR അംബേദ്കറിന്റെ ആ വീഡിയോ, നാളെ BR അംബേദ്കറിനെ നമുക്ക് കാണുമ്പോൾ ഇവിടുത്തെ പ്രഗത്ഭരായ റിസേഴ്സ് പോലും BR അംബേദ്കറിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് എന്റെ രസം. അതുപോലെ തന്നെ IPLന്റെ എല്ലാ ഫോർമാറ്റിലും കളിച്ച ഏക പ്ലെയർ അത് സുനിൽ നരേനാണ് എന്നത് ബേസ് ചെയ്തു. ഇവരൊക്കെ ഒരുപാട് കിസിങ്ങിൽ പോകുന്നതാണ്. അപ്പം ഇവർ ഇതുവരെ പോയ കിസുകളിൽ പോകാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചില മുത്തുകൾ. ഇപ്പൊ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിലും ഒരു ക്വിസ് മത്സരത്തിൽ ഒരു 4 5 ചോദ്യങ്ങളെങ്കിലും ഒരു നിലവാരത്തിലേക്ക് എത്തുക. നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു പോയിന്റിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വേണ്ട. പിന്നെ പൂർണ്ണമായും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഓഡിയൻസ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ ഉണ്ടായാലേ കിസ് ഒരു ഷോ ആയിട്ട് വരത്തുള്ളൂ. കുറച്ച് ഓഡിയൻസ് എങ്കിലും. ഇപ്പൊ ഇത്രയും ഓഡിയൻസ് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് ഈ മ്യൂസിക്കും ഡയലോഗ്സും എല്ലാം ഉൾപ്പെടുത്തിയ നമ്മൾ ഈ ഇതിനെ ഇങ്ങനെ ആക്കിയത്. എന്നാൽ നിങ്ങളുടെ മത്സര സ്വഭാവത്തെ കളയാതെയും ഈ മത്സരം കൊണ്ടുപോകാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. പോരായ്മകൾ സ്വാഭാവികമാണ്. അത്
ഇത് നമ്മൾ എല്ലാം പൂർണ്ണരായവരല്ല. എല്ലാം പൂർണ്ണമായാൽ നമ്മൾ ദൈവമാകും. അപൂർണതയുടെ പേരാണ് മനുഷ്യൻ. അപ്പൊ തീർച്ചയായും നമ്മൾ മനുഷ്യനാണ്. അത്തരത്തിലുള്ള ചില മനുഷ്യസഹിതമായ ചില പെശകുകള്, ചില സംസാരങ്ങൾ അതൊക്കെ ഉണ്ടാവാം. എങ്കിലും ഈ മത്സരത്തെ ഇത്രയും ഗംഭീരമാക്കിയ നിങ്ങളെ ഓരോരുത്തർക്കും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ കായ്പുറത്തിന്റെ ഈ മണ്ണിൽ ഇവിടെ എത്തി നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു എന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, ഈ ഗ്രന്ഥശാല 27ാമത് വാർഷികമാണ്. ഈ 27 വർഷവും ഈ നാടിന്റെ സ്പന്ദനമായി ഈ ഗ്രന്ഥാലയത്തിന് മാറാൻ സാധിച്ചു എന്നതാണ് ഈ ഗ്രന്ഥാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നവരല്ല, ഏറ്റവും സാധാരണക്കാർ, ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്ന ഒട്ടേറെ പേർ, ഒരു നാടൊന്നാകെ എത്തിയ ഒരു ഗ്രന്ഥാലയമാണ്. മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഈ ഗ്രന്ഥാലയത്തിന്. കഴിഞ്ഞ ദിവസം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത ഒരു അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ലാബ്. ഈ ലാബ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ നിങ്ങളിൽ പലർക്കും ശ്രദ്ധിച്ചു കാണും. ഷാജഹാൻ തന്റെ പ്രിയപത്നിയുടെ സ്മരണ കാലാധിപത്യമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് താജ്മഹൽ പണിതുപോലെ തന്റെ പ്രിയപത്നി അകാലത്തിൽ മരണപ്പെട്ട തന്റെ പ്രിയപത്നിയോടുള്ള ആ സ്നേഹത്തിന്റെ മറ്റൊരു പ്രതീകമായി ഈ വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റ്, ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുന്ന കുഞ്ഞുമോൻ ചേട്ടൻ കോടതി ജീവനക്കാരനായിരുന്നു. അദ്ദേഹം സ്വന്തം സ്ഥലത്ത് ഏതാണ്ട് 35 ലക്ഷം രൂപ വില വരുന്ന ഈ DDRCL പോലെയുള്ള വൻകിട ലാബുകളെ വെല്ലുന്ന തരത്തിലുള്ള ഏറ്റവും അത്യാധുനികമായ മെഷീനറികളുമായിട്ട് ഒരു ലാബ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഇന്നലെ ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ ഒരു ലാബ് നിർമ്മിച്ച് ഗ്രന്ഥശാലയ്ക്ക് സമർപ്പിച്ചു. ഒരുപക്ഷെ ഒരു ഗ്രന്ഥശാലയോട് ചേർന്ന് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ചായക്കടയും ഗ്രന്ഥശാലയും. അത് ഈ വേൾഡ് ടൂർ മാപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ്. ചായക്കടയും ഗ്രന്ഥശാലയും ഉള്ളത്, ചായക്കടയിൽ ഇരുന്ന് പത്രം വായിക്കുന്നതും വിദേശികൾക്ക് ഒരു കൗതുകമാണ്. അത് ലോകത്തിൽ ഈ കാഴ്ചയുള്ളത് കേരളത്തിലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മറ്റുള്ളിടത്തൊക്കെ ലൈബ്രറി എന്നേ പറയത്തുള്ളൂ. നമ്മൾ ഗ്രന്ഥശാല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വായനശാല എന്നാണ് പറയുന്നത്. ഗ്രന്ഥശാല എന്നല്ല, നമ്മൾ വായനശാല എന്നാണ് പറയുന്നത്. അവിടെ റീഡിംഗ് റൂം എന്ന കൺസെപ്റ്റിനേക്കാൾ അവർ ലൈബ്രറിയാണ്. ചെല്ലുന്നു, വൈറ്റ് കോളർ ഇട്ട് ബുക്ക് എടുക്കുന്നു, ടാഗ് പതിപ്പിക്കുന്നു, പോകുന്നു. അവിടെ ഇങ്ങനെ ഒരു കേരളത്തിലെ ഒരുപക്ഷെ ലോകത്ത് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഒരു ഗ്രന്ഥശാലയോട് ചേർന്ന്